എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ച് ഇഷ്ടമില്ലാത്ത കോളേജാണ് കിട്ടിയുള്ളത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് അവസരം 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ജില്ലാ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന ജില്ലാതലത്തിലുള്ള കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ 17-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. അതായത് ജൂലൈ 17-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ഈ ഒരു സൈഡിലായിട്ട് തന്നെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് ആ ഒരു സമയത്ത് വരുന്നതാണ്. അപ്പോൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോഡൽ പോളിടെക്നിക് കോളേജ് ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. നോഡൽ പോളിടെക്നിക് കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് ആ ഒരു സമയത്ത് ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ആ ഒരു കാര്യം, അതായത് പല വിദ്യാർത്ഥികളും ഏതൊക്കെയാണ് നോഡൽ പോളിടെക്നിക് കോളേജ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുന്ന, അതായത് അപേക്ഷ നൽകേണ്ട സമയത്ത് ജില്ലാതലത്തിലുള്ള നോഡൽ പോളിടെക്നിക് കോളേജുകളുടെ ലിസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെ ലിസ്റ്റ് ഇതിൽ വന്നിട്ടില്ല. കാരണം സാധാരണ എല്ലാ പോളിടെക്നിക് കോളേജിലേക്കുമുള്ള അപേക്ഷ ഉള്ളത് കൊണ്ട് തന്നെ നോഡൽ പോളിടെക്നിക് കോളേജ് ഡീറ്റെയിൽസ് മാത്രം നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അപേക്ഷ നൽകാൻ സാധിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു, അതായത് നോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. കേരളത്തിലാകെ 14 നോഡൽ പോളിടെക്നിക് കോളേജസ് ആണുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് നോഡൽ പോളിടെക്നിക് കോളേജാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ്, അതായത് ഈ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്ത രീതിയിൽ തന്നെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഒരേ ദിവസമാണ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജില്ലയിൽ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് നിങ്ങൾ പോവുകയും അതിനുശേഷം മറ്റു ജില്ലയിലേക്ക് നിങ്ങളുടെ രക്ഷിതാക്കളെ അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സിനെയോ ആരെങ്കിലും അയക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ മറ്റൊരാളെ നിങ്ങൾക്ക് പകരം അയക്കുന്നുണ്ടെങ്കിൽ അവരോട് പ്രത്യേകിച്ച് പറയേണ്ടതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ കൂടി എടുക്കാനായിട്ട്. ഓതറൈസേഷൻ ലെറ്ററിൻ്റെ മാതൃക ഈ ഒരു ഡൗൺലോഡ്സിൽ നൽകിയിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, അതായത് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഫോം ഓഫ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ അയക്കുന്ന ആളുടെയും ഫോട്ടോ ഒട്ടിക്കാനുള്ള ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ ഓതറൈസേഷൻ ലെറ്റർ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട്, അതായത് പൂരിപ്പിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ ആരെയാണോ അയക്കുന്നത്, അത് ഒന്നിലധികം, അതായത് 1-2 ജില്ലകളിലേക്ക് എക്സ്ട്രാ, അതായത് 3 ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 ആളെ അയക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് 2 ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ നിങ്ങളുടെ 2 അതായത് ഓതറൈസേഷൻ ലെറ്ററും അവരുടെ കയ്യിൽ, അതായത് ഓരോന്ന് വീതം നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് എവിടെയാണോ ഏറ്റവും അവസാനം അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ സീറ്റായിട്ട് പരിഗണിക്കുക. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ച് ഇഷ്ടമില്ലാത്ത കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും, അതായത് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെ നിങ്ങൾക്ക് നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന ജില്ലാതലത്തിലുള്ള കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും അതിനുശേഷം കൗൺസിലിംഗുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അതിൻ്റെ സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുകയും ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ, അതുപോലെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ടാണ് വിദ്യാർത്ഥി നേരിട്ട് ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോകേണ്ടത്. നിങ്ങൾ പകരം ആരെങ്കിലും അയക്കുന്നുണ്ട്, അതായത് ഒരു കോളേജിൽ നിങ്ങൾ പോവുകയും മറ്റൊരു കോളേജിൽ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ അയക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ കോപ്പിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഓതറൈസേഷൻ ലെറ്ററും നൽകിയാൽ മതിയാകും. നിങ്ങൾ നേരിട്ടാണ് പോകുന്നതെങ്കിൽ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുത്തിട്ട് പോവേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ ജില്ലയിലെ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ നിങ്ങൾക്ക് പോയിക്കൊണ്ട്, അതായത് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ തന്നെ ഫീസ് അടക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാവും. അത് നിങ്ങൾ കാർഡ് വഴിയാണ്, അതായത് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് നടത്തേണ്ടി വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് അതായത് 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ
രജിസ്ട്രേഷൻ നടക്കുന്നത് ഈ ഒരു 17-ാം തീയതി മുതലാണ്. അതായത് 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെ മോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന ജില്ലാ തലത്തിലുള്ള കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഉള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ 17-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇവിടെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഏത് മോഡൽ പോളിടെക്നിക് കോളേജാണ് സെലക്ട് ചെയ്യുന്നത്, ആ ഓരോ ജില്ലയിലും ഓരോന്നാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് 2-3 ജില്ലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ 2-3 പ്രാവശ്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യം മോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, അതിനുശേഷം നിങ്ങൾ അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, അതിനുശേഷം നിങ്ങൾ ഓക്കെ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നീട് അത് സ്ലിപ്പ്, ഈ ഒരു ഡൗൺലോഡ് സ്ലിപ്പ് അല്ലെങ്കിൽ പ്രിൻറ്റ് സ്ലിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കൗൺസിലിങ്ങിൻ്റെ ആ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ ഒരു പ്രിൻ്റ് ഔട്ടും ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുമായി പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അതായത് കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.